ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ആഴ്ചത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രോമോ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പ്രോമോയില് ലക്ഷ്മിനെ വീണ്ടും ലാലേട്ടൻ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോമോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനോട് 100% നീതി പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കേട്ടോ. എപ്പിസോഡ് വളരെ കൂളായിരുന്നു. ആദ്യം തന്നെ ഒണിയിലിന്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ എടുത്തത്. കഴിഞ്ഞ ദിവസം ലക്ഷ്മിയും മസ്താനിയും ഒണിയിലിനെതിരെ നടത്തിയ ഒരു റെലവന്റ് അല്ലാത്ത ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് നടത്തിയ ഒരു വ്യക്തി ഹത്യ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലാലേട്ടന്റെ ആദ്യം തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ലാലേട്ടൻ വന്നത്. ഒണിയിൽ എന്ത് പരാതിയാണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പം ഒണിയിൽ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലക്ഷ്മി ഒണിയിലിന്റെ അടുത്ത് സംസാരിച്ച രീതി, കുടുംബത്തിൽ പിറക്കണമെന്നൊക്കെ പറഞ്ഞ് ഒണിയിലിനെ വല്ലാത്ത രീതിയിൽ ചീത്ത വിളിക്കുന്ന ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ഒണിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ഒണിയിലിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കോ ബിഗ് ബോസിനോ പ്രേക്ഷകർക്കോ ഒണിയിലിന്റെ ഫാമിലിക്കോ ഒന്നും ഒണിയിലിന്റെ സൈഡിൽ നിന്ന് ഒരു മോശം പ്രവൃത്തി ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. ഒണിയിലിന് സമാധാനമായിട്ട് ഇരിക്കാം, സന്തോഷമായിട്ടിരിക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒണിയിലിന്റെ അമ്മേനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോണില്. ഒണിയിലിന്റെ അമ്മ വിളിച്ചിട്ട്, മോനെ, ഞങ്ങള് ഇത്രയും കാലമായിട്ട് നീ ഞങ്ങളെ പ്രൗഡ് ആക്കിയിട്ടുള്ളൂ, ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ നിന്റെ ഇതിൽ പ്രൗഡായിട്ടാണ് ഇരിക്കുന്നത്, നീ സന്തോഷമായിട്ടിരിക്കണം, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ഇനി അതുപോലെ തന്നെ മുന്നോട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയും സമാധാനിപ്പിക്കുന്നുണ്ട്. ഒണിയിലിനെ സംബന്ധിച്ചിട്ട് ഒരു നല്ലൊരു ദിവസമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഒണിയിലിന്റെ ഒരു ഗെയിമൊന്നും വലിയ കാര്യത്തിൽ മുന്നോട്ട് പോകാതിരുന്ന ഒണിയിൽ ഉണ്ടോ ആ വീട്ടില്, ഇനിയൊരു എവിക്ഷൻ വരുവാണെങ്കിൽ ആദ്യം പോകേണ്ടിയിരുന്ന ഒരാളാണ് ഒണിയിൽ. അപ്പം അതിൽ നിന്നും കര കയറ്റാൻ ആയിട്ട് ദൈവം കൊണ്ടിട്ട് കൊടുത്ത ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. മസ്താനിയും ലക്ഷ്മിയൊക്കെ വേണമെങ്കിൽ ഒണിയിലിന്റെ രക്ഷകനായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ഒരു കണ്ടന്റും ഇല്ലാതെ ചുമ്മാ പാട്ടും പാടി വെറുതെ മിണ്ടാതിരുന്ന ഒണിയിലിനെ പിടിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ ഒണിയിൽ ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചു കൊടുത്ത ഒരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞത്. അതിന് മസ്താനിയോടും ലക്ഷ്മിയോടൊക്കെ നന്ദി പറയുകയാണ് വേണമെങ്കിൽ ശരി ഒണിയിൽ ചെയ്യേണ്ടത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. കാരണം ബിഗ് ബോസ് വീട്ടില് വളരെ സൈലന്റ് അല്ല, എപ്പോഴെങ്കിലൊക്കെ അറഗന്റ് ആയിട്ട് സ്ത്രീകൾക്ക് നേരെയൊക്കെ അലറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കും എന്നല്ലാതെ ഒണിയിലിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും. ലക്ഷ്മി മസ്താനി വന്നതിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വളരെ വൈറലാവുകയും ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രം ഒണിയിലിന് ഇനിയുള്ള ഒരു 2 ആഴ്ചത്തേക്ക് സേഫ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചായിരുന്നു കേട്ടോ കൂടുതലായിട്ടും സംസാരിച്ചത് ലാലേട്ടൻ ഇന്ന്. ആദ്യം തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ ലക്ഷ്മിനെയും മസ്താനിനെയൊക്കെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ ചൂടാവാനുള്ള ഒരു അവസരം ലക്ഷ്മി ഉണ്ടാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാട്ടെ. കാരണം ആദ്യം തന്നെ ലക്ഷ്മി തന്റെ തെറ്റ് സമ്മതിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ക്ഷമ പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്റെ ഭാഗത്താണ് ലാലേട്ടൻ, എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്, ഞാൻ കാരണം ഒരാളെ കൊന്നിട്ട് സോറി പറയുന്നതിൽ അർത്ഥമില്ല, എങ്കിലും ഞാൻ കാരണം ഒണിയിലിന് സംഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും മാപ്പ് മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വല്ലാത്ത രീതിയിൽ തകർന്നടിഞ്ഞ ഒരു ലക്ഷ്മിനെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ലക്ഷ്മിനെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ ഇത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും പുറത്ത് അതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ. ഈ LGBTIQ കമ്മ്യൂണിറ്റിനെയൊക്കെ എതിർക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന, ആക്രമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ഈ ലക്ഷ്മിയുടെ നിലപാടിനോട് യോജിച്ച് പോകാൻ കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ലക്ഷ്മിനെ ഇഷ്ടപ്പെടുകയും ലക്ഷ്മിക്ക് ഇനി വോട്ട് കിട്ടുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആദില നൂറയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും. പിന്നെ ഒണിയിലിന്റെ ഭാഗത്തുനിന്ന് വന്നത്, ഒണിയിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂ ലക്ഷ്മിക്ക് ഡാമേജ് ഉണ്ടാക്കുമെങ്കിൽ പോലും ലക്ഷ്മി അത് ആ തെറ്റ് ഏറ്റു പറഞ്ഞ് സോറി പറഞ്ഞ് വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് തന്നെ കുറെ ജനങ്ങളൊക്കെ അതിനെയും സപ്പോർട്ട് ചെയ്യും. തെറ്റ് ചെയ്തെങ്കിലും അവള് സോറി പറഞ്ഞല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എലിമിനേഷൻ ആയിരുന്നു കേട്ടോ. എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പ്രവീണായിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ. അപ്പം ഇനി അടുത്ത ഒരു ആഴ്ച എങ്ങനെയായിരിക്കും പ്രവീൺ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ പ്രവീൺ പറയാണ്, അടുത്ത ആഴ്ച ഞാൻ നിൽക്കുമായിരുന്നെങ്കിൽ കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം കട്ട് തിന്നുമായിരുന്നു, അവിടെ തന്നെ കയറി നിന്ന് എല്ലാ കാര്യത്തിലും പ്രശ്നം ഉണ്ടാക്കും ലാലേട്ടൻ എന്ന രീതിയിൽ പ്രവീൺ പറയുമ്പോൾ ലാലേട്ടൻ പെട്ടെന്നാണ് പ്രവീണിന്റെ ഒരു എവിക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രേക്ഷകര് അത് അംഗീകരിക്കുന്നില്ല, പ്രവീണിന് എന്റെ അടുത്തേക്ക് വരാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നു. പെട്ടെന്ന് പ്രവീണിന്റെ എവിക്ഷൻ നടക്കുകയാണ്. വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ
പെട്ടെന്ന് എവിക്ഷൻ നടക്കുന്നു. പ്രവീൺ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് നിൽക്കാൻ പറയുന്നു. അപ്പം ഒരു ഗെയിം പോലെ കുറച്ച് ഇവിടെ ആര് നിൽക്കണം ആര് പോകണം എന്നുള്ള, നിൽക്കേണ്ടവർക്ക് ഗ്രീൻ ടിക്കും പോകേണ്ടവർക്ക് ക്രോസ് ചെയ്ത റെഡ് ടിക്ക് ഇതും കൊണ്ടുവരുന്നു. അത് ഓരോരുത്തരുടെയും നെറ്റിയിൽ ഒട്ടിക്കാനായിട്ട് പറയുന്ന എലിമിനേഷനിൽ ഉള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാർ ഉള്ള ആൾക്കാരുടെ നെറ്റിയിൽ, അതായത് കുറച്ച് പേര് ഇങ്ങനെ കൂടുതൽ ആൾക്കാരും റെഡ് മാർക്ക് ചെയ്തത് ലക്ഷ്മിയുടെ നെറ്റിയിലായിരുന്നു. ആരിനും നമ്മുടെ അതിലേക്കും എവിടെ നിൽക്കണം എന്നുള്ള ഇത് രണ്ടെണ്ണം വീതവും, ബാക്കിയൊക്കെ മസ്താനിക്കും ലക്ഷ്മിക്കൊക്കെ പോകണം എന്നുള്ള ഇതുമാണ് കേട്ടോ കിട്ടുന്നത്, ഒട്ടിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാനില്ല. അപ്പം അങ്ങനെ എവിക്ഷൻ, രണ്ടാമത്തെ എവിക്ഷൻ പ്രഖ്യാപിക്കുകയാണ് ലാലേട്ടൻ. മസ്താനി വോട്ട് കുറവായതുകൊണ്ട് മസ്താനി എന്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. മസ്താനി എവിക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ആര്യനും അവിടെ ഉണ്ടായിരുന്ന ജിസയില്, അക്ബർ, ബാക്കിയുള്ളവരെല്ലാവരും കഴിഞ്ഞ ആഴ്ചയില് അപ്പാനി, ശരത്ത് എവിക്റ്റ് ആയപ്പം ആഘോഷിച്ചായിരുന്നു മസ്താനി നല്ല രീതിയിൽ തുള്ളിച്ചാടി ആഘോഷിച്ചായിരുന്നു. അതിന് പ്രതികാരം എന്നോണം ആര്യനും ജിസയിലും അക്ബറും റനയും ബിന്നിയും എല്ലാവരും ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവരുടെ ഇതാണ്. പക്ഷെ ചെയ്തത് ശരിയായില്ല എന്നതാണ് കേട്ടോ. അപ്പാനി പോയപ്പോൾ മസ്താനി തുള്ളിച്ചാടിയതാണെങ്കിലും മസ്താനി പോയപ്പോൾ ഇവര് തുള്ളിച്ചാടിയതാണെങ്കിലും അത് അത്ര നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. എന്തായാലും അങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ നിന്ന് എവിക്റ്റ് ആയി പോകുന്നവര് വളരെ വിഷമത്തോട് കൂടിയിട്ടായിരിക്കും പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇവർ കാണിക്കുന്ന ഈ ഒരുമാതിരി കോമാളിത്തരങ്ങളൊക്കെ കുറച്ച് കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് നവീൻ, അനുമോള്, ജിഷിൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രം കുറച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ആഴ്ചത്തെ എവിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അതിനകത്ത് പോവാനായിട്ട് എന്താ പറയാ, ഒരു ഗെയിമിൽ ഒന്നും ഇൻവോൾവ് ആവാതെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. മസ്താനി ആണെങ്കിലും പ്രവീൺ ആണെങ്കിലും വൈൽഡ് കാർഡായിട്ട് വന്ന് കയറിയ ആ ആഴ്ചയിൽ, ഈ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഓരോ ദിവസവും നല്ല രീതിയിൽ അവിടെ ഒരു എന്താ പറയുക ഇളക്കം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ ബിഗ് ബോസിനെ ഒരു അനക്കം വെപ്പിക്കുക എന്നൊക്കെ പറയത്തില്ല. അതായത് മസ്താനി വന്നതിന് ശേഷം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് മസ്താനി. അതുപോലെ തന്നെ നമ്മുടെ പ്രവീണും നല്ല രീതിയിൽ കിച്ചണിലായാലും അതിനകത്താണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിന്ന രണ്ട് വ്യക്തികളാണ് മസ്താനിയും പ്രവീണും. ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കണ്ണു അടച്ച് വോട്ട് ചെയ്യരുത്. അവിടെ നന്നായി ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. ഫേവറേറ്റ്സ് ഉണ്ടാവും, പലരും ഫേവറേറ്റ്സ് ഉണ്ടാവും, അതിനെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ ഒരു എവിക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പരമാവധി അവിടെ ഗെയിം കളിക്കുന്ന, അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, ആ ഷോയ്ക്കൊരു വാല്യൂ കൊടുക്കുന്ന, അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫേവറേറ്റ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്നാലും പറയാണ്, അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു എവിക്ഷൻ. മസ്താനി ആണെങ്കിലും പ്രവീൺ ആണെങ്കിലും പോകേണ്ട ആൾക്കാരല്ല. അതിനേക്കാളും ബോറായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പം ഒനീലായിക്കോട്ടെ, അതുപോലെ നമ്മുടെ സാബുമാൻ, ഇവരൊന്നും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വോട്ടിങ്ങിന്റെ ബേസിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ മുന്നത്തെ ആഴ്ചയിലൊക്കെ വളരെ ലോ വോട്ടിംഗ് ഉണ്ടായിട്ടുള്ള ആര്യൻ, റന ഫാത്തിമ, ഇവരെയൊക്കെ ഏകദേശം ഗെയിമൊക്കെ ഓവറായ പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇവരൊന്നും ഒന്നും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എവിക്ഷനെങ്കിലും പ്രോപ്പറായിട്ട് കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക. ഇനി പറയാനാണെങ്കിലും ആര്യനാണെങ്കിലും നല്ല ഗെയിമാണ്, അടുത്ത ആഴ്ചകളിൽ കളിക്കുന്നെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണം എന്നല്ല, അത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ എന്തോ പ്രവീണിന്റെയും മസ്താനിയുടെയും ഒന്നും എവിക്ഷൻ ഫെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒരു പോണ്ടവരല്ല, കുറച്ചുകൂടി ഒരു 2 ആഴ്ച കൂടി നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കണ്ടന്റും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കാനായിട്ട് ഉണ്ടാകുന്ന എന്തൊക്കെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ അവരിലേക്ക് എന്തൊക്കെയോ ഉണ്ട്, ബിഗ് ബോസിനകത്ത് ചെയ്യാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ബിഗ് ബോസ് ആണ്, പ്രേക്ഷകരാണ്, അവർ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും പുറത്തു പോകുന്നത്. നമുക്ക് കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് ഫെയർ ആയിട്ട് നമുക്ക് വോട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, ബിഗ് ബോസ് ഈ ആഴ്ച കഴിഞ്ഞു. ഇനി 7ാമത്തെ ആഴ്ചയാണ്. ഇനി 7ാമത്തെ ആഴ്ചയിലോട്ടാണ് പോകുന്നത്. ഇനി കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഏകദേശം പകുതിയോളമായി ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇപ്പോഴും കഴിഞ്ഞ സീസണിലൊക്കെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു വിന്നറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന ആളായിരിക്കും വിന്നർ എന്ന ഒരു പ്രെഡിക്ഷൻ കഴിഞ്ഞ സീസൺ വരെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഒരു വിന്നറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സീസണാണ്. ഓരോ ആഴ്ചയിലും ഓരോരുത്തരും തിളങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യത്തെ ആഴ്ചയിലൊക്കെ അപ്പാനി ശരത്ത്, അക്ബർ, അനീഷ് ഇവരൊക്കെ നല്ല രീതിയിൽ കളിച്ച ആൾക്കാരാണെങ്കിൽ ഇപ്പൊ 2-3 ആഴ്ചകളിലായിട്ട് ഏറ്റവും ടോപ്പ് വോട്ടിങ്ങിലാണെങ്കിലും കണ്ടന്റിലാണെങ്കിലും ഒക്കെ മുന്നിൽ നിൽക്കുന്നത്, അതായത് കണ്ടന്റിലുള്ള നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഷോനെ ആക്റ്റീവ് ആക്കി നിർത്തുന്ന തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അനീഷും അനുമോളും ഒക്കെ തന്നെയാണ്. അപ്പം വോട്ടിങ്ങിന്റെ ബേസിലാണ് പറയുന്നതെങ്കിൽ അനീഷിനും അനുമോളും ആണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ രണ്ടുപേരായിരിക്കും വിന്നർ എന്ന് പറയാനായിട്ട് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. കാരണം ചിലപ്പോൾ അനുമോളായിരിക്കാം, ചിലപ്പോൾ അനീഷ് ആയിരിക്കാം. ഇതൊന്നും അല്ലാതെ എന്താ പറയുക, അക്ബർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പം ആരും പ്രതീക്ഷിക്കാതെ വിന്നർ ആവാൻ പോകുന്നത് അക്ബർ ആയിരിക്കാം. ഇതൊക്കെ തന്നെയാണ്, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഇനിയിപ്പോ ജിഷിൻ, ഷാനവാസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇനിയെങ്കിലും നല്ല രീതിയിൽ അവരുടെ എല്ലാ ഇതും പുറത്തേക്കെടുത്ത് സൂപ്പറായിട്ട് കളിച്ചു വരുവാണെങ്കിൽ ഇവരിൽ ആരെങ്കിലും വിന്നർ ആവാനും ചാൻസ് ഉണ്ട്. അപ്പം വിന്നർ ആവാൻ ചാൻസ് ഉള്ള ഒരു 5-6 പേര് നിലവിലുണ്ട് ഏകദേശം സെയിം പൊസിഷനിലുള്ള. അപ്പൊ ആര് വിന്നർ ആവും, ആര് വിന്നർ ആവില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ലേഡി കണ്ടസ്റ്റന്റോ അല്ലെങ്കിൽ കോമണറോ ആയിട്ടുള്ള അനീഷോ അല്ലെങ്കിൽ അനുമോളോ ഒക്കെ വിന്നർ ആവും എന്നാണ് വിചാരിക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒക്കെ ആവട്ടെ എന്നും വിചാരിക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവരുടെ ഗെയിമിനെ നമുക്ക് ഒരു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗെയിമാണ്. അനുമോൾ കളിക്കുന്ന ക്വാളിറ്റി ഒന്നും ഇല്ല എങ്കിലും പറയാം, തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ തമ്മിൽ ഭേദം നോക്കുമ്പോൾ അനുമോളാണ് മികച്ചു നിൽക്കുന്നത്. കുറച്ച് കുലസ്ത്രീ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ടന്റ് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അനീഷും അതുപോലെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ്. അക്ബറും എന്താ പറയാ അഭിശ്രീയും ഷാനവാസും ജിഷിനും ഒക്കെ മുന്നോട്ട് വരണം. നല്ല ഒരു ആഴ്ച. ആദില നൂറ എന്ന് പറയുന്ന 2 പേരും ഒന്നിനോടൊന്ന് മെച്ചം എന്ന രീതിയിൽ അവരും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. സോ ആരെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലൊരു റേസ് തന്നെ ആയിരിക്കും. മുന്നോട്ട് ആര് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നോ അവർ വിന്നർ എന്ന രീതിയിൽ നന്നായി കളിക്കാൻ കഴിയട്ടെ. അടുത്തുള്ള ആഴ്ചകളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളും കണ്ടന്റുകളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 മുന്നേറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നിർത്തുകയാണ്. സൈനിങ് ഓഫ് അനുജ്. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരും.